കഴിയുമ്പോഴേ ഞാൻ പറയും ഒരു അറബിക് ടച്ച് വേണം, അറബിക് ടച്ച് വേണം. ഈ അറബിക് ടച്ച് എന്തിനു വേണ്ടിയാ? വീടിന് അറബിക് ടച്ച്, കല്യാണം കഴിച്ചത് ഒരാൾ അന്ന് ചിലപ്പോ പഠിച്ചു എന്റെ മനസ്സിൽ തോന്നിപ്പിച്ചൊരു കാര്യമായിരിക്കും. അറിയില്ല അപ്പൊ. അല്ല, എനിക്ക് പുള്ളിക്കാരനെ അറിയില്ല. ഞാൻ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗോൾഡൻ വിസയുടെ കാര്യത്തിന് സംസാരിക്കുന്നതല്ലാതെ ഇങ്ങനെ ഒരു വ്യക്തി നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നൊന്നുമില്ല. എനിക്ക് വീട്ടിൽ വന്നപ്പോഴേ പുള്ളിക്കാരൻ പറഞ്ഞു നമ്മുടെ ഒരു അറബിക് ടച്ച് ആയിട്ട് അല്ലെങ്കിൽ അവിടെ ഉള്ള ഒരു വീടായിട്ട് ഇതിനൊരു സിമിലാരിറ്റി ഉണ്ടല്ലോ. പുള്ളിക്കാരൻ അങ്ങനെ ഒരു ജഡ്ജ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. അഭിപ്രായങ്ങളൊന്നും പറയാൻ ആളല്ല. അഭിപ്രായങ്ങളൊന്നും പറയില്ല. ഇത് എങ്ങനെയുണ്ട്, അത് അങ്ങനെയുണ്ട്, കൊത്തി ചോദിക്കുമ്പോ കുഴപ്പമില്ല ഇത്രയും പറയും. ഇവിടെ നല്ലൊരു മാൻകുട്ടി, അതെ, നല്ലൊരു ടേബിള്, ഇവിടെ നമ്മളിപ്പോ കാണാത്തൊരു വെറൈറ്റി സംഭവങ്ങളൊക്കെയാണ്. ഇതൊന്ന് എടുത്ത് നോക്കട്ടെ, ഞാൻ എപ്പോഴും ഞാൻ നോക്കി നോക്കട്ടെ. ഇത് ഗോൾഡ് കടത്തിക്കൊണ്ട് ആൾക്കാരാണല്ലോ. ആണോ? ദുബായിൽ നിന്ന് കടത്തിക്കൊണ്ടുവരുന്ന സ്വർണ്ണക്കട്ടകളാണ് സ്വർണ്ണ ജാസ്മിന് വീട്ടിൽ സ്വർണ്ണമാൻ. എന്താ പറയാ, റെയ്ഡിന്റെ ആൾക്കാരുണ്ട് വീട്ടിലേക്കായിരിക്കും. നേരെ ഷമ്മയുടെ വീട്ടിൽ എന്തൊക്കെ സ്വർണ്ണക്കട്ടകളൊക്കെ ഇന്നതൊക്കെ പറയുന്നൊക്കെ. നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാൻ എനിക്ക് നല്ല ഇഷ്ടമുണ്ട്. പക്ഷെ നമുക്ക് നമ്മുടെ വീട് ഫുള്ള് കാണാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് നടക്കാം. ഈ 3 കണ്ണാടി ഇവിടെ എന്തിനാ വെച്ചേ? ഇത് മുഖം കാണാൻ തന്നെ അല്ലേ? ഇത് കണ്ണാടി ആണോന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. ഇങ്ങനെ വീടിന് വേണ്ടി ഷോപ്പ് ചെയ്യുന്ന കണ്ടപ്പോ എനിക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ, ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെയൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു റിങ് പോലത്തെ. അപ്പം ഇത് കണ്ടപ്പം ഞാൻ വീട്ടിൽ ചെയ്യുന്ന ഈ ഫ്രെയിം മാച്ച് ചെയ്ത് അങ്ങനെ വാങ്ങിച്ചതാണ്. അതിൽ കണ്ണാടി ഒന്നും ഞാൻ നോക്കിയില്ല. ഞാൻ വിചാരിച്ചു സാധാരണ ഇത്ര ഹൈറ്റ്. ഞാൻ പിന്നെ സ്വതവേ കുറച്ച് ഹൈറ്റ് കുറവായതുകൊണ്ട് എനിക്ക് ഇവിടെ വെച്ചാലും കാണൂല. ഇത് ഇക്ക വാങ്ങിച്ചതാ. ഇവിടെ എന്തൊക്കെയുണ്ട് ഇക്കന്റെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയുണ്ട്? ഒരാൾ അവിടെ കിടന്നുറങ്ങുന്നുണ്ട്. ഇക്കയുടെ കോൺട്രിബ്യൂഷൻ ഒരാൾ അവിടെ കിടന്നുറങ്ങുന്നുണ്ട്. അത് വലിയ കോൺട്രിബ്യൂഷൻ. ഇത് ഇക്ക എന്റെ വീട്ടിൽ ദുബായിലത്തെ ഫ്ലാറ്റിലും ഉണ്ടാവും ഇതുപോലത്തെ ഒരെണ്ണം. ഇത് ഇക്കേന്റെ അടുത്തുനിന്ന് കൊണ്ടുവന്നതാണ്. പിന്നെ ഇക്കയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു വലിയ കോൺട്രിബ്യൂഷൻ. ഇതാ ആ കോൺട്രിബ്യൂഷന്റെ ആൾക്കാർ കളിക്കുന്ന സാധനങ്ങളൊക്കെ ഇപ്പൊ ഇവിടെ ഇട്ട് വെക്കല. ഇവിടെ ഇത് ബേബിക്ക് വേണ്ടി സെറ്റ് ചെയ്ത പ്ലേസ് അല്ല. ഞാൻ കഷ്ടപ്പെട്ട് ABC ഭയങ്കരമായിട്ട് പൈസ ആൾക്കാർ എന്നെ ഭയങ്കരമായിട്ട് ട്രോൾ ചെയ്യുന്ന അറിയാം. പക്ഷെ ഇത് കുറച്ച് എക്സ്പെൻസീവ് ടൈൽസ് ആണ്. അത് ഗോൾഡ് അല്ലേ? ഒക്കെ ഉണ്ടാ. ഇതിന്റെ അടിയിൽ ഞാൻ ഗോൾഡ് കട്ടകൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പൊളിച്ചു നോക്കരുത് പ്ലീസ്. ഇക്കയുടെ ഒരു വലിയൊരു എന്താ പറയാ, ഈ ഒരു ഹുക്കിക്ക് എന്റെ ചാനലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഇല്ല ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആ കിടക്കുന്ന ആള് മുതൽ ഇതായിട്ട് ഭയങ്കര കണക്ഷൻ ആണ് അല്ലെ? ഈ ഹുക്കയാണ് ഞാനും ഇക്കയും ഹുക്ക് ചെയ്യേണ്ട മെയിൻ. അത് ഈ ഹുക്ക് വാങ്ങിക്കാൻ പോയപ്പോഴാണ് ഞങ്ങൾ തമ്മില് സംസാരിച്ചതും ഇഷ്ടം തുടങ്ങിയത് ഈ ഹുക്ക് കാരണം.